ഹായ് ടാറ്റുലോസ്. ഇന്ന് നമുക്ക് സ്റ്റുഡിയോ എന്നല്ല വർക്കുള്ളത്, നമുക്ക് കുറച്ച് ലോങ് എന്നാണ്. ഒരു 4-5 ആളുകൾക്ക് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിസൈന് 2 ആളത്തെ കൺഫേം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വേണ്ടോ ഫുള്ള് സെറ്റപ്പ് തന്നെ എടുത്തിട്ടുണ്ട്, ഫുൾ സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി വർക്കൊക്കെ ഫിനിഷ് ചെയ്തിട്ട് കാണാം. റൈഡ് ചെയ്ത് നമ്മളിതാ സ്പോട്ടിലെത്താനായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കണം, ഹെവി ആയി കഴിക്കണം. എന്താ വെച്ചാൽ വലിയ വർക്ക് ആയതുകൊണ്ട് നൈറ്റ് അവിടെ നിന്ന് ഫ്രീ ആവുള്ളൂ. അപ്പോൾ നല്ല ഹോട്ടൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതാ ഇൻ ദ പ്ലേസ് only 2 kilometers destination. Try to stay on National Highway 966, then turn left to stay on National Highway 966. In 100 meters, turn right. Take the next right, then make a U-turn. ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്, ട്രഡീഷണൽ ഹോട്ടലാണ്. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, ഫുഡ് കഴിക്കാം. നമ്മൾ കൂടുതലും ട്രിപ്പ് പോവുകയൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹോട്ടലിലും അതേപോലെ തന്നെ പഴയ വിൻറ്റേജ് ഹോട്ടലിലും. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തത് ചൂട് പൊറോട്ടയും അതേപോലെ ചിക്കനാണ്. ഫസ്റ്റ് ഒരു സെറ്റ് തിന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു സെറ്റ് ചിക്കനും ഒരു പൊറോട്ടയും കൂടി എക്സ്ട്രാ ഓർഡർ ചെയ്ത് ടോട്ടൽ 4 പൊറോട്ടയും 2 ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ട്. എമൗണ്ടും വളരെ തുച്ഛമാണ് വന്ന് 160 റുപ്പീസ്. വയറും ഫുള്ള് സെറ്റായി. ഇനി രാത്രി വരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ അറേബ്യൻ. ഇനി നമുക്ക് നേരെ നമ്മളെ വർക്ക് പ്ലേസിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പോൾ വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊന്നുമല്ല, നമ്മുടെ ലയൺസ് ഇൻ്റർനാഷണൽ ക്ലബ്ബാണ് മലപ്പുറം. ടാറ്റു അടിക്കേണ്ട ആളുകൾ അവിടെ ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റുഡിയോ സെറ്റപ്പ് അവരൊരു റൂമിലാണ് നമുക്ക് സെറ്റാക്കി തന്നെ, ഓഫീസ് റൂമിൽ. കുഴപ്പമില്ല, കിഡ്ലം പ്ലേസ് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ ആം സ്റ്റാൻഡ് അതേമാതിരി ലൈറ്റ് ഫുൾ പ്രിൻ്ററൊക്കെ എടുത്തിട്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനേഴ്സൊക്കെ കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ ഇരുന്ന ആളെ സ്റ്റെൻസിൽ സെറ്റ് ചെയ്ത് കുറച്ച് ഫ്രീ ഹാൻഡായിട്ട് ഡ്രോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. പിന്നെ ഫുള്ള് നമ്മളെ നീഡിൽസ് അതേപോലെയൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. ലോങ് നീഡിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ലൈൻസാണ്. അപ്പോൾ ലൈൻസിന് നല്ല ഡെപ്ത് കിട്ടാനാണെന്നുണ്ടെങ്കിൽ ലോങ് നീഡിൽ വെച്ച് റോട്ടറിയോ അല്ലെങ്കിൽ കോയിൽ മെഷീനിലോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ആൾ ഒരു പേടിയുമില്ല, ഒരു സീനും ഇല്ല. ഞാൻ ഏത് പെയിനും സഹിക്കുന്ന പറഞ്ഞ ആളാണ്. പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെയുള്ള റിയാക്ഷൻസ് കാര്യങ്ങളുണ്ട്. എന്നാലും കുഴപ്പമില്ല, ആൾ കൂളായിട്ട് തന്നെ ഇരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആളെ ബൈസെപ്സ് കുറച്ച് വലിയ ബൈസെപ്സാണ്. ആൾ ഒരു ബോഡി ബിൽഡറൊക്കെയാണ്. അപ്പോൾ ആ ബൈസെപ്സിൽ കറക്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആവുന്ന രീതിയിൽ വലിയ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഫിനിക്സ് ബേർഡ് അതേപോലെ തന്നെ സണ്ണ് മൂണൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തത്. അത് കൂടാതെ നമ്മൾ തന്നെ ആഡ് ചെയ്തിട്ടുള്ള കുറേ ലൈൻസ് ഷെയ്ഡ് അതൊക്കെ ആഡിങ്സിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ മാനുവലായിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി യുണീക്ക് ആവും ചെയ്യും. ആളെ കയ്യിൽ പക്ക ഫിനിഷ്ഡ് ആയിട്ട് നിൽക്കും ചെയ്യും. അപ്പോൾ എന്തായാലും ആൾക്ക് ഈ ഡിസൈന് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾ വർക്ക് കഴിയണ വരെ കൂളായിട്ട് കാമായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ നല്ല സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്ലയൻറ്റ് നമ്മൾ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പ്രത്യേകം ഇൻട്രസ്റ്റ്. പക്ഷേ ഇളക അതേപോലെയുള്ള റിയാക്ഷൻസൊക്കെ ഓവർ ആവാന്നുണ്ടെങ്കിൽ വർക്കും ലേറ്റ് ആവും ചെയ്യും, നമുക്കും കുറച്ച് ഇൻട്രസ്റ്റ് പോവും. പക്ഷേ കൂടുതലും ടാറ്റു ചെയ്യുന്ന ആളുകൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് വേദനയൊക്കെ സഹിച്ചിരിക്കാറുണ്ട്. അതേപോലെ തന്നെ ആൾ കംപ്ലീറ്റ്ലി നല്ല കൂളായിട്ടാണ് ഇരുന്നത്. പിന്നെ കുറച്ച് ലാസ്റ്റ് ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ ആൾ കംപ്ലീറ്റ്ലി കാമായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിരുന്നു പെയിന്. ഞാൻ ഫുഡ് കഴിച്ചിക്കണമെങ്കിൽ ഉച്ച സമയത്ത് ഇവർ നമുക്കൊരു അൽഫാമും അതേപോലെ തന്നെ റൈസൊക്കെ ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്ന് കഴിച്ചു. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഷൂട്ടിങ്ങും ഈ ടാറ്റു ഒക്കെ ചെയ്യണത്. അപ്പോൾ ചിലതൊക്കെ വിട്ടു പോകാറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി ഫിനിഷ് ആയതിന് ശേഷമുള്ള ഔട്ട്പുട്ട്. ഓവർ വൈറ്റും ഗ്രേ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഒരു ഫിൽറ്ററും ഇല്ലാത്തതാട്ടോ. നമ്മളത് ഫുള്ള് ഫിൽറ്റർ ഇല്ലാത്ത ഒരു എഡിറ്റിങ്ങും ചെയ്യാതെ റിയൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. കുറേ എഡിറ്റ് ചെയ്ത് ഫുൾ ബ്ലാക്കിഷായി ഫേക്ക് ടാറ്റൂസ് പോലെ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ട് അതാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ടാറ്റു എന്താണെന്ന് ആഫ്റ്റർ ഹീലായി കഴിഞ്ഞാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബ്ലാക്കിഷൊക്കെ കാണുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട് ഭയങ്കരമായിട്ട്, ഇതാണ് ശരിക്കുള്ളതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ റിയൽ ആയിട്ടുള്ളത് മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലെ മീനിങ് ഫുൾ ആയിട്ടുള്ളതാണ്. റിയൽ ലൈഫിലെ ലൈവായിട്ടുള്ള തിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ സെറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ആം മുതൽ
റിസ്റ്റ് വരെ ഉള്ള സൈസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്ക് ഇത് മാത്രമല്ല, ആൾ മുന്നേയും വേറെ കുറേ ടാറ്റു ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് റീവർക്ക് ചെയ്യാനുണ്ട്. ആ ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം പഴക്കമുള്ള ഒരു ടാറ്റു ആണ്. ഫുള്ള് ഫെയ്ഡായിട്ട് ഡീപ്പായി നീഡിൽ ഇറങ്ങിയിട്ട് ഫെയ്ഡ് ഡാമേജ്ഡ് ആണത്. അപ്പോൾ അത് മൊത്തത്തിൽ റീവർക്ക് ചെയ്യാൻ നല്ല പണിയായിരുന്നു. എന്നാലും അത് നല്ല അടിപൊളിയായിട്ട് ഞാൻ പറ്റുന്ന രീതിയിൽ റീവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മീനിങ് ഫുൾ ആയിട്ടുള്ള ടാറ്റുവിൻ്റെ ഫൈനൽ ലുക്കാണിത്. ഈ ടാറ്റു മാത്രമല്ല, മുകളിലുള്ള മന്ത്രയും സണ്ണും ഞാൻ തന്നെ ചെയ്തതാണ്. ആളെ സ്കിന്ന് കുറച്ച് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉള്ള ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് കുറച്ച് ടോണ് ഗ്രേഡിയൻറ്റ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. നൈറ്റിലാണ് ഈ വീഡിയോ എടുക്കണോണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ ഫിൽറ്റർ കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മളെ ലയൺസ് ഇൻ്റർനാഷണൽ ക്ലബിനായിട്ട് വിട പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഇനി ഇവിടെ വന്ന് ടാറ്റു ചെയ്യാതെ തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഫ്രണ്ട്സിനൊക്കെ കുറേ ടാറ്റുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ വിട വാങ്ങുകയാണ്. ഗുഡ് നൈറ്റ്.